സമാധാനത്തിൻ ദൂതുമായി ഒലിവിലമീടിയ ഇവിടെ തിരുവചനധ്യാനങ്ങളാൽ നിറയുന്നു ഈ അന്തരീക്ഷം. സ്നേഹത്തിൻ സാന്ത്വനമേകാൻ, ദൈവകൃപയിൽ വളരാൻ സ്വാഗതമോതുന്നു ഞങ്ങൾ ഒലിവില മീഡിയയിലേക്ക്. ത്രിയേക ദൈവത്തിന് സ്തുതി. 4-ാം നൂറ്റാണ്ടിൽ മൈറയിലെ ബിഷപ്പായിരുന്ന വിശുദ്ധ നിക്കോളാസിനെ കുറിച്ച് ഏറെ പ്രചാരമുള്ള ഒരു കഥയുണ്ട്. കൊടിയ ദാരിദ്ര്യം മൂലം തന്റെ 3 പെൺമക്കളെയും വിവാഹം കഴിപ്പിക്കാനാകാതെ മോശമായ ജീവിത സാഹചര്യങ്ങളിലേക്ക് വിട്ടുകൊടുക്കേണ്ടി വരുമെന്നോർത്ത് ഭയപ്പെട്ടിരുന്ന ഒരു പിതാവിന്റെ വിഷമങ്ങളെക്കുറിച്ച് അറിഞ്ഞ ബിഷപ്പ് രാത്രിയിൽ ആരും അറിയാതെ ആ വീട്ടിലേക്ക് സ്വർണ്ണ നാണയങ്ങൾ അടങ്ങിയ കിഴികൾ ഇട്ടുകൊടുത്തു. അങ്ങനെ ആ 3 പെൺകുട്ടികളുടെയും വിവാഹം കഴിയുകയും ചെയ്തു. മറ്റനേകം പേർക്കും തന്റെ കൈവശമുള്ള സമ്പാദ്യം നൽകി സഹായിക്കുവാൻ സന്നദ്ധനായിരുന്നു അത്രേ ബിഷപ്പ്. ദൈവകൃപ മറ്റുള്ളവരിലേക്ക് പകരുവാനായി ബിഷപ്പ് ഹൗസിന്റെ സുഖ സൗകര്യങ്ങളിൽ നിന്നും സാധാരണക്കാരന്റെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാനും അവരർഹിക്കുന്നതിലും അധികമായ നന്മകൾ അവരിലേക്ക് എത്തിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചതുകൊണ്ടാണ് ഇന്നും ക്രിസ്തുമസ് കാലയളവിൽ സമ്മാനങ്ങളുമായി എത്തുന്ന സാന്താക്ലോസായി ലോകം നിക്കോളാസ് ബിഷപ്പിനെ സ്മരിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വ്യക്തമാക്കുന്നത് അർഹതയില്ലാതെ മനുഷ്യനിലേക്ക് സ്നേഹത്തോടെ ഒഴുകപ്പെട്ട ദൈവകൃപയെക്കുറിച്ചാണ്. സമവീക്ഷണ സുവിശേഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വചനം ജഡമായി തീർന്ന ക്രിസ്തുവിനെയാണ് വിശുദ്ധ യോഹന്നാൻ അപ്പോസ്തലൻ വ്യക്തമായി വിവരിക്കുന്നത്. വചനമാകുന്ന ദൈവം സത്യ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നെങ്കിലും ലോകം അവനെ തിരസ്കരിച്ചു, മനസ്സിലാക്കിയില്ല. ഈ തിരസ്കരണത്തെ ഗണ്യമാക്കാതെ ഒഴുകിയെത്തുന്ന ദൈവകൃപയാണ് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും നൽകിയ ദൈവമക്കളാകുവാനുള്ള അധികാരം. മനുഷ്യൻ ദൈവത്തെ അന്വേഷിച്ചു പോകുന്നതല്ല, മറിച്ച് ദൈവം മനുഷ്യനെ തേടി വരുന്നു എന്നതാണ് കൃപയുടെ സാരാംശം. ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാരിലൂടെ സംസാരിച്ചു എന്ന് എബ്രായ ലേഖനകർത്താവ് പറയുന്നു. എന്നാൽ ഇവിടെ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്നും ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു എന്ന് പറയുന്നത് മറ്റാരുമല്ല, യേശുവിനെ അടുത്തറിഞ്ഞ യേശുവിന്റെ നെഞ്ചോട് ചേർന്നിരുന്ന പ്രിയ ശിഷ്യനാണ്. സ്വർഗോന്നതികളെ വെടിഞ്ഞ് താഴ്മയോടെ മനുഷ്യവേഷമെടുത്ത് ലോകത്തിലേക്ക് വന്ന ആ ദൈവകൃപ നമുക്ക് ലഭ്യമായത് നമ്മുടെ പ്രവൃത്തിയോ യോഗ്യതയോ പദവിയോ ഒന്നും കൊണ്ടല്ല, മറിച്ച് ദൈവത്തിന്റെ ഇഷ്ടത്താൽ മാത്രമാണ്. ലോകം സൃഷ്ടാവിനെ അറിഞ്ഞില്ലെങ്കിലും ആ വലിയ കൃപയുടെ ഒഴുക്ക് നിലച്ചില്ല. ഇന്നും അത് അനുസ്യൂതം തുടരുകയാണ്, നമ്മുടെ കുടുംബങ്ങളിലേക്കും വ്യക്തി ജീവിതങ്ങളിലേക്കും സമൂഹത്തിലേക്കുമെല്ലാം. ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്ന തന്നിൽ പരിവർത്തനം വരുത്തിയത് കർത്താവിന്റെ കൃപ മാത്രമാണെന്ന് പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ദൈവസഭയുടെ പീഡകനായിരുന്ന ഒരുവനെ ശുശ്രൂഷക്കാരനാക്കി മാറ്റിയത് ഒഴുകപ്പെട്ട ദൈവകൃപയുടെ പരിവർത്തന ശക്തിയാണ്. ദൈവിക സിംഹാസനത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതും എല്ലാവർക്കും പ്രാപ്യവുമായ ഒരു നദി പോലെയാണ് ദൈവകൃപ എന്ന് ബില്ലി ഗ്രഹാം പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തു തന്നെത്താൻ താഴ്ത്തി സ്വയം ശൂന്യനാക്കി മനുഷ്യനായി അവതരിച്ചത് മാത്രമല്ല, ക്രൂശിലെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്തതും ദൈവകൃപയുടെ പാരമ്യമാണ്. കാൽവരിയിൽ ചിന്തിയ രക്തം നമ്മിലേക്ക് ഒഴുകിയെത്തുമ്പോൾ പലപ്പോഴും നാം അതിനെ അലക്ഷ്യമാക്കി കടന്നു പോകുന്നവരായി തീരുന്നില്ലേ? കർത്താവിന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കപ്പെട്ട നാം ആ കൃപയുടെ പ്രവാഹത്തെ തടസ്സപ്പെടുത്തുന്നവരാകരുത്. പിന്നെയോ അവൻ ആഗ്രഹിക്കുന്ന ഇടങ്ങളിലേക്ക് നീർച്ചാലുകളായി കൈവഴികളായി ഒഴുകാം. തങ്ങൾക്ക് ലഭ്യമായ അനുഗ്രഹങ്ങളെ ദൈവകൃപയെ പങ്കുവെക്കുന്ന അനേകർ ഇന്നുമുണ്ട്. ലാഭേച്ഛ കൂടാതെ തങ്ങൾക്കുള്ളതിനെ ആവശ്യത്തിലിരിക്കുന്നവർക്കായി പങ്കിടുന്നവർ, ആരുമില്ലാത്തവർക്ക് പാർപ്പിടം ഒരുക്കുന്നവരും ഭക്ഷണം നൽകുന്നവരും ചെറുതും വലുതുമായ സഹായങ്ങൾ ചെയ്യുന്നവരുമെല്ലാം കൃപയുടെ നദിയിലെ ചെറിയ ചെറിയ കൈവഴികളാണ്. മലമുകളിൽ നിന്നും ഉടലെടുക്കുന്ന ഉറവ, വഴിയിൽ കല്ലും മണ്ണും അങ്ങനെ എന്തെല്ലാം തടസ്സങ്ങൾ നേരിട്ടാലും ഒഴുകി ഇറങ്ങുന്നത് പോലെ. പ്രിയമുള്ളവരെ, ഇന്ന് കർത്താവ് നമ്മയും വിളിക്കുന്നുണ്ട്. ഇന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ ദൈവകൃപയുടെ വക്താക്കളായി മാറുവാൻ, സത്യവെളിച്ചമായി ക്രിസ്തുവിനെ ഒന്ന് സാക്ഷിക്കുവാനും ദൈവമക്കളാകുവാനുള്ള അധികാരം പ്രാപിക്കുവാനും ഒരുക്കമുള്ളവരാണോ നാം?
നമുക്കുള്ളതിനെ മറ്റുള്ളവരിലേക്ക് ലാഭേച്ഛ കൂടാതെ ഒന്ന് പകർന്നു നൽകുവാനും നിസ്വാർത്ഥമായി ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കുവാനും സാധിക്കണം. എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞ കർത്താവ് ഏതവസ്ഥയിലും നമ്മെ കരുതുവാൻ ശക്തനാണ് എന്നത് മറന്നു പോകരുത്. നമുക്ക് വേണ്ടി ജഡാവതാരം എടുത്ത, ക്രൂശിലെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്ത ആ കൃപയുടെ നദി നമ്മിലേക്ക് ഒഴുകി വന്നിട്ടും അതിന്റെ നീർച്ചാലുകളെ പുറപ്പെടുവിക്കാൻ കഴിയാതെ പോയ കുറവുകളെ ഒന്ന് ഏറ്റു പറയാം. ആ വചനധാരയിൽ നിന്ന് ഒന്ന് പാനം ചെയ്യാം. ക്രൂശിലെ രക്തത്തിലൊന്ന് മുങ്ങി നിവരാം. ആ ദിവ്യമായ കൃപയുടെ ഒഴുക്കിൽ എല്ലാ മലിനതകളെയും കുറവുകളെയും ഒഴുക്കിക്കളയണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒഴുകപ്പെട്ട ദൈവകൃപയുടെ നല്ല വക്താക്കളാകാം. ആ ദൈവകൃപയെ ഹൃദയത്തിൽ നിറച്ച് നല്ല നീർച്ചാലുകളായി മറ്റുള്ളവരിലേക്ക് ഒഴുകി പരക്കുവാൻ നോമ്പ് മുഖാന്തരമാകട്ടെ. എബ്രായ ലേഖനകർത്താവ് ഓർമ്മിപ്പിക്കുന്നു, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലുക. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ പിതാവേ, ഞങ്ങളിലേക്ക് ഒഴുകിയിരിക്കുന്ന വലിയ കൃപയ്ക്കായി നന്ദി അർപ്പിക്കുന്നു. ആ കൃപയിൽ ഞങ്ങളുടെ ഹൃദയങ്ങൾ നിറച്ച് മറ്റുള്ളവരിലേക്കും അത് പകർന്നു കൊടുക്കുന്നവരാകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ആമേൻ.